ഹായ് ഫ്രണ്ട്സ്, സോളോക്യൂൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ദിവസം കുരങ്ങനിൽ നിന്ന് മാങ്ങയെ എങ്ങനെ രക്ഷിക്കാമെന്ന വീഡിയോ ഇട്ടത് ഓർമ്മയുണ്ടോ? അതിൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കുന്നിൻ്റെ മണ്ടയിലെ അമ്മാമ്മയുടെ വീടും അവിടുത്തെ കാഴ്ചകളും എല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കാണാൻ മറക്കരുത്. സദ്യ കഴിച്ച സ്ഥലം എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. എന്ന് മക്കളെ സദ്യ കഴിച്ചത്? എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇവിടെ ഇത്രയും മണ്ടയിൽ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇപ്പം അമ്മാമ്മയുടെ വീട്ടിൽ പോകാൻ വേറെ വഴിയൊന്നുമില്ല. കുറേ ദിവസം കൊണ്ട് അടഞ്ഞു കിടക്കുന്ന വീടാണ്. അവിടെ മാങ്ങ നോക്കാൻ വേണ്ടി മാത്രം നമ്മളിങ്ങോട്ട് വന്നതാണ്. കഴിഞ്ഞ ആഴ്ച കെട്ടിയത് എങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് പോവാം. വേറെ ആൾക്കാരുടെ കണ്ടത്തിൽ കൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. എന്തായാലും അവിടെ ചെന്നിട്ട് എന്താണെന്ന് നോക്കാം. എല്ലാവരും ഉണ്ട്. കാക്കൂനെയും കുഞ്ചുനെയും ചേട്ടനെയും എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവർ വന്ന് കെട്ടിയത് അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. കുറച്ചൊന്ന് പൊസിഷൻ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ആമുഖമൊടിയൊക്കെ തലയിൽ നിന്ന് അവന്ന് വീണിട്ടുണ്ട്. അതൊന്ന് കെട്ടി വെക്കണം. ചൊക്കനാണോ കിളികളാണോ എന്നറിയില്ല. 2-3 മാങ്ങയൊക്കെ താഴെ വീണ് കിടപ്പുണ്ട്. അമ്മാമ്മയുടെ വീടാണിത്. കുറേ ദിവസം കൊണ്ട് അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പം അമ്മാമ്മ ഇവിടെ താമസമില്ല, വേറെ വീട്ടിലാണ് താമസം. താക്കോലൊക്കെ അവരുടെ കയ്യിലാണ്. നമുക്ക് അകമൊന്ന് നോക്കാൻ പറ്റുമോ നോക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടെ വന്ന സ്ഥിതിക്ക് കുറച്ച് മാങ്ങ പറിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നല്ല വിളഞ്ഞ മാങ്ങ നോക്കി പറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ താഴെ വീഴാതെ കയ്യിൽ ക്യാച്ച് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വലുത് നോക്കി ഒരു 6 മാങ്ങയും പിന്നെ കുറച്ച് പുളിച്ചിക്കയും പറിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പുളിച്ചിക്ക നിറച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? പുളിച്ചി മരത്തിൽ കുറച്ച് പുളിച്ചിക്കയും പറിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ചെമ്പരത്തിയും കൂടെ ഓടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് കൊണ്ടുവന്ന് വീട്ടിൽ നടാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇന്നത്തെ ദിവസം നമ്മളിവിടെ നിന്ന് പറിച്ച സാധനങ്ങൾ. കുറച്ചേ പറിച്ചിട്ടുള്ളൂ, അധികമൊന്നും പറിച്ചില്ല. അവരവിടെ കുടുങ്ങിപ്പോയി, വരാൻ പറ്റണ വഴി അറിയാൻ പാടില്ല. പിന്നെ ചേട്ടൻ പോയി വിളിച്ചോണ്ട് വരാൻ പോയൊക്കെയാണ്. ഇപ്പം എന്താ ഓടി വരണ. ചേച്ചാ